അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് ഒരു എരുന്തും പടവലും കൂടി ഒന്ന് കറി ഉണ്ടാക്കി നോക്കാം. എരുന്ത് പുഴുങ്ങി പടവലും ഇട്ട് കറി വെക്കാൻ വേണ്ടി പോവാൻ നമ്മൾ വന്ന് കണ്ടാലോ. എരുന്ത് പുഴുങ്ങാൻ വേണ്ടി അടുപ്പത്ത് വെച്ചതാണ്. എരുന്ത് നല്ലോണം കഴുകി വെള്ളമൊന്നും പാരാതെ അച്ചേലിനെ വെച്ചതാട്ടോ. പടവലം അരിയണം. അരിഞ്ഞ് ഇതിട്ട് പടവല ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഈ എരുന്ത് പുഴുങ്ങിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. വെള്ളം കഴിക്കുക, വെള്ളം ഒഴിച്ചെടുത്ത് നമ്മൾ കാമ്പ് എടുത്തിട്ട് ഇതിട്ടേക്കാം. എരുന്തിൻ്റെ കാമ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിട്ട്. പിന്നെ തക്കാളി, ഉള്ളി, 2 ഇരുമ്പിപ്പുളി ഉണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പാട്ടിട്ടാണ്. ഒറ്റ കൈ കൊണ്ട് ആവതില്ലാത്തതുകൊണ്ട് ഒന്നായിരിക്കും. പിന്നെ ഇനി പൊടികളൊക്കെ ഇടാനുണ്ട്. പൊടികളൊക്കെ ഇടാം. കുറച്ച് 3/4 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുണ്ട്. പൊടി ഇത് ഗരം മസാല, നമുക്ക് വെച്ച് കൊടുക്കാം. മുളകും പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. പച്ചമുളക് ആസ്തിയിലാണ്. പിന്നെ മുളകും പൊടി വേണ്ട. മസാല മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നല്ല ഇറച്ചിക്കറി പോലെ ഉണ്ടാവും കറി വെച്ചാൽ. നല്ല ടേസ്റ്റാണ്. കുറച്ച് മുളകും പൊടി ഇട്ടുണ്ട്. നമുക്ക് അടുപ്പത്ത് ഇങ്ങനെ നമ്മളെ കറിയൊക്കെ വെന്ത് വന്നിക്കണേ. ഇനി തേങ്ങ വെച്ച് കൊടുക്കണം. എന്താ ഷറാറ്റ് വെന്ത് കണ്ടില്ലേ. തേങ്ങ ഒക്കെ വെച്ച് വെക്കണം. കറി അവിടെ റെഡിയായി. നമുക്ക് ചോറ് തിന്നുമ്പോൾ കാണാം. ഞാൻ പിന്നെ ഉച്ചക്ക് ആ ചോറ്റിലേക്ക് നമ്മൾ ചിക്കൻ കടായി ഉണ്ടാക്കാൻ വിചാരിച്ച് അതിനുള്ള സാധനങ്ങളാണ് അത്. പിന്നെ നമുക്ക് പയറുപ്പേരി ഉണ്ട്, പപ്പടം പൊരിക്കാൻ വിചാരിച്ചാണ്. അങ്ങനെ നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ ചോറിലേക്ക് ഇതൊക്കെയാണ് കറിയുള്ളത്. കടായി ഉണ്ടാക്കുക. ഇടയിൽ കൂടെ കുറച്ച് കൂവപ്പൊടി വേണം. കാച്ചവണ്ണൊക്കെ ഒന്ന് കൂവപ്പൊടി ഉണ്ടാക്കുകയാണ്. കൂവപ്പൊടി കലക്കിയിൽ വെച്ചിട്ട് കൂവപ്പൊടിൻ്റെ വെള്ളം പ്രകർച്ചിലൊക്കെ ആണെങ്കിൽ തണുപ്പാണ്. ഇപ്പോൾ ചൂടിൻ്റെ പോലെയാണ്. ഇതൊക്കെ കുറച്ച് കൂവപ്പൊടി ഉണ്ടാക്കാൻ പറഞ്ഞു. അത് കാച്ചാണ്. ഉള്ളി നമ്മൾ കടായി റെഡിയാക്കാൻ വേണ്ടി ഉള്ളി ഒന്ന് വാട്ടാൻ വിചാരിച്ചതാക്കാം. ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ ഉള്ളി വാട്ടാണ്. അത് വാട്ടിയിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിക്കും. ഇതൊന്ന് വാടിയിട്ട് ഒരു 2 അടി അടിച്ച് ഇതിലേക്ക് വെച്ചു. അങ്ങനെയാണ് ഞാൻ കടായി ഉണ്ടാക്കല്. പലപ്പോഴും പല തരത്തിലാണ് ഉണ്ടാക്കുക. തക്കാളി തൊക്കണം. തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെയാണ്. ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഉണ്ട്. എൻ്റെ കരിയപ്പിൻ്റെ അതും ഇതൊക്കെ നമുക്ക് നമ്മൾ ഇതിന് കുറച്ച് കോരി വെച്ചിട്ടാണ് മിക്സിയിലടിക്കാൻ. കുറച്ച് ഉള്ളിയൊക്കെ വാട്ടിയാൽ നമുക്ക് ചിക്കൻ ഇട്ടെടുക്കാം. വറ്റൽ മുളക് ലേശം നമ്മൾ ഒന്ന് ആ വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങോട്ട് ഒന്നങ്ങോട്ട് കോരി എടുത്തിട്ട് ഇങ്ങനെ പൊടിച്ചതാണിത്. അടിക്കണം. ഒന്ന് മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് തക്കാളി പേസ്റ്റ് വെച്ചിട്ടാണ്. ഇത് ടൊമാറ്റോൻ്റെ പേസ്റ്റ് മസാലൻ്റെ പൊടി ഇതുണ്ട്.
ഇട്ടിട്ട് കടായി റെഡി. ഇങ്ങനെ വെള്ളം വറ്റി ഉണങ്ങി വന്ന് പച്ചമുളക് കടായി റെഡി. നമുക്ക് ചോറിനതാണ് കടായി എരുന്തും കടവലും കറി വെച്ചു. പൊതിയനാല മല്ലിച്ചപ്പ് കൊടു ഒന്നും ഇവിടെ ഇല്ല, നമ്മളുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയത്. അക്കടം നമ്മൾ പയറുപ്പേരി ഉണ്ടാക്കുകയാണ്. പയറാണ് ഉപ്പേരിക്ക്. നല്ല പച്ചമുളകൊക്കെ ഇട്ട് ചോറ് തിന്നാൻ വേണ്ടി പോവാണ്. നമുക്ക് പയറുപ്പേരി, ചിക്കൻ കടായി, കറിതാ ഞാൻ പിന്നെ എരുന്തും പടവലും കറി, ചാറ്, കൊണ്ടാ. സൂപ്പറല്ലേ ചോറ്? എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആ വീഡിയോ എടുക്കുമ്പോഴാണ് ഫോട്ടോ